എവിടെയെങ്കിലും സീറ്റ് തന്നെ നമുക്ക് കൊടുക്കുക. എന്തായാലും വണ്ടർഫുൾ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്തിനാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് അറിയാതെ പറഞ്ഞതൊന്നുമല്ല. ജീവിതത്തിൽ എപ്പോഴും ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തി ഇന്നലെയുടെ ആലസ്യത്തിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കണ്ണു തുറക്കുന്നുവെങ്കിൽ അവനോട് പറയാനുള്ള വാക്ക് ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ്. എല്ലാ സ്ലോത്തൊന്നും സ്ലംബറിൽ ജസ്റ്റ് വി ഹൗ ടു അവൈക്ക്. അതായത് ഒരു പുതിയ തീരുമാനമാണ് ഇതിൽ പുതുതായി വന്ന ആളുകൾ എടുക്കേണ്ടത്. എന്തായാലും ശരി, ഞാൻ സംസാരിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ബാക്കിയുള്ള ആളുകൾക്ക് പോകാം. ചെറിയ ആളുകളൊക്കെ കുട്ടിയെ പാലത്തുമ്പോ കിടത്തിക്കണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഏത് സൈഡിലേക്ക് വീഴുമെന്നുള്ള പേടിയാണ്. എവിടേക്കും പോലെ അപ്പോൾ നിങ്ങൾ അവിടെ എത്തുന്നുണ്ടാവും. ഞാനും നിങ്ങളുടെ വീടും തമ്മിൽ ഈ ഹാളും വീടും തമ്മിലുള്ള ആകെ തടസ്സാരാണ് ഞാനാണ്. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു ഫോർ ബീങ് ഹിയർ gathered. And also I would like to inform my compliments and my gratitude for this the captain of this great gathering, Mr. Rafiq ji, and this Rafiq sir. അതുപോലെ തന്നെ ഇവിടെ മഹാസംരംഭം ഇവിടെയുള്ള ഒരുപാട് STC ലീഡർമാരുണ്ട്, നമ്മുടെ RTC ലീഡർമാർ, MTC ലീഡർമാർ, ഒരുപാട് ലീഡർമാരുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് നിങ്ങൾ വിളിക്കപ്പെട്ടതിന്റെ ഈ മഹത്തായ സംരംഭത്തിന്റെ അതല്ലെങ്കിൽ സന്ദർഭത്തിന്റെ വാല്യൂ തിരിച്ചറിയുന്നത് വൈഫ് പറഞ്ഞു വെച്ച അതേ വഴി തന്നെയാണ് കസേരയുടെ വാല്യൂ. ഇതാണ് പ്രധാനം, അല്ലെ? ഉദാഹരണമായിട്ട് നമുക്കറിയാൻ പറ്റും, കുഞ്ഞു മക്കൾക്ക് നമ്മൾ 2000-ന്റെയോ 1000-ന്റെയോ അതല്ലെങ്കിൽ വലിയ ഡോളറിന്റെയോ ദിനാറോ ദിർഹമിന്റെയോ നോട്ട് കൊടുത്താൽ കുട്ടിക്ക് പറ്റൂല. കുട്ടിക്ക് എന്തെന്നെ വേണം? കിലുങ്ങുന്ന പൈസ തന്നെ വേണം, അല്ലെ? അവന്റെ മൈൻഡിൽ ഏറ്റവും വലിയ പൈസ ഏതാണ്? കിലുങ്ങുന്ന പൈസയാണ്, ആണോ അല്ലേ? പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്നതല്ല, ലോകത്തിന്റെ പിക്ചർ മാറ്റുന്ന പൈസയേക്കാൾ വാല്യൂ ഉള്ള ഒരു കസേരയിലാണ്, മൈ ലൈഫിന്റെ കസേരയാണ് ഞാൻ ഇരിക്കുന്നത്. ആ പോലെ ഇത് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ചാണ് ഏതോ, ആണോ അല്ലേ? ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, ഒരു കാര്യത്തെ കുറിച്ച് ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു പൂവ് കാണിച്ചിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കാണിച്ചിട്ട് അല്ലെങ്കിൽ എടുപ്പ് കാണിച്ചിട്ട് നിങ്ങളോട് ഇതിനെ കുറിച്ച് 2 വരി പറയാൻ പറഞ്ഞാല് ചില ആളുകൾ കാവ്യ ഭംഗിയിൽ ഇതിന്റെ എടുപ്പിന്റെ ഭംഗിയെ കുറിച്ചോ കളറിനെ കുറിച്ചോ പറയും. മേസ്തിരിയായിരിക്കുന്ന വ്യക്തി പറയും കല്ല് തല്ലിപ്പൊളിയാന്ന് തോന്നുന്നുണ്ട്, കാരണം തേപ്പ് ശരിയായിട്ടില്ല എന്ന് പറയും, ആണോ അല്ലേ? വേറൊരു വ്യക്തി പറയും എഞ്ചിനീയറിംഗിന് എടുക്കാനെന്ന് പറയും, വെന്റിലേഷൻ അനുസരിച്ച് ഇത് ഇവിടെ അല്ലേ വരുന്നത് അവിടെയാണ്. സംഗതി മതിലൊന്നായിരിക്കും, വസ്തു ഒന്നായിരിക്കും, പക്ഷെ അവന്റെ പെർസെപ്ഷൻ അനുസരിച്ച് ഇതിന്റെ വിധിയെഴുത്തുകൾ മാറും, ആണോ അല്ലേ? ലൈക്ക് ദാറ്റ് മൈ ലൈഫ് ആർക്ക് മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ മൈ ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കാൻ വന്നു എന്നതനുസരിച്ച് മനസ്സിലാകും എന്നതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. സോ ഇരിക്കുന്ന ആളുകൾ തന്റെ ലൈഫിന്റെ ഒരു വലിയ പിക്ചർ മാറ്റുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ആദ്യങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കാൻ തിരിച്ചറിയുക. ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി എന്താണ്? ലൈഫ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, ഓർഡിനറി ലൈഫ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ഉണ്ട്. സോ ഓർഡിനറി ലൈഫിൽ നിന്ന്, ഓർഡിനറി ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓടി നാറിയ ലൈഫിനെ ഓർഡിനറി ലൈഫ് എന്ന് പറയും, അല്ലെ? ഓടി നാറി ലൈഫാണ് ഓർഡിനറി ലൈഫ്, അല്ലെ? പക്ഷേ ആ ഓർഡിനറി ലൈഫിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് നമ്മൾ എത്തിക്കുന്ന വാഹനത്തിന്റെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ എന്നാണ് മനസ്സിലാക്കുക. കാര്യം അങ്ങനെ നിങ്ങൾക്കൊരു മാറ്റം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ നൂറുകണക്കിന് ആളുകൾ കടക്കണിയിലും പ്രയാസത്തിലും, നമ്മൾ ഓൾ ഓവർ വേൾഡ് നോക്കിയാലും ഇന്ത്യ നോക്കിയാലും കേരളം നോക്കിയാലും ഡിസ്ട്രിക്ട് നോക്കിയാലും ഒരുപക്ഷെ അവിടെയുള്ള 99% വരുന്ന ആളുകള് കഷ്ടതയിലാണ്, അതേപോലെ കടങ്ങളിലാണ്, കണ്ണീരിലാണ്. എസോർണോ, ആണോ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ലൈഫ് താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ കണ്ണീരും കഷ്ടപ്പാടും ലോണും അതേപോലെ തന്നെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ലൈഫ് ആർക്കും താല്പര്യമുണ്ടോ? ഇല്ല. ഇവർക്കൊന്നും ഇല്ലാത്ത കടത്തിന്റെ പ്രയാസങ്ങളിൽ രക്ഷപ്പെട്ട് ഇഷ്ടപ്പെട്ട സ്വപ്നങ്ങളൊക്കെ നേടി ജീവിതത്തിൽ എല്ലാം ഒക്കെ ആസ്വദിക്കാൻ പറ്റി ലൈഫിന് ഒരു മീനിങ് ഉണ്ട് എന്ന ലൈഫ് താല്പര്യമുള്ള ആൾക്കാർ കൈവിടിയാണ്. ഇത്ര ആളുകൾക്ക് താല്പര്യമുണ്ട്. താങ്ക് യു. ഇനി നിങ്ങൾ അറിയാനുള്ളത്, നിങ്ങൾ ഈ കടക്കാര് ചെയ്യുന്ന പണി ചെയ്താൽ ഇത് കിട്ടുമോ? ഇല്ല. ഏതൊന്നൊക്കെയാണോ ഈ കഷ്ടത അനുഭവിക്കുന്ന വ്യക്തി എന്തു ചെയ്തിട്ട് എന്തായോ അതെന്നെ നമ്മൾ ചെയ്താൽ നമ്മളും എന്തെന്നാകും? അതെന്നാകും. അപ്പൊ ആദ്യത്തെ തീരുമാനം, നമ്മളൊരു കർമ്മത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കെട്ടിയിടപ്പെട്ട കയർ ആദ്യം പൊട്ടിക്കണം. ഏതാണ് ആ കയറ്?
ഞാൻ പിറന്നത് ജോലിക്കാരനാകാനാണ്, ഞാൻ പിറന്നത് തളച്ചിടപ്പെടാനാണ്, ഞാൻ പിറന്നിരിക്കുന്നത് വലിയ സ്വപ്നം കാണാതിരിക്കാനാണ് തുടങ്ങിയുള്ള കയറുകൾ പൊട്ടിച്ച് അനന്ത സ്വപ്ന ലോകത്തേക്ക് യാത്ര തിരിക്കാനും വിജയത്തിന്റെ സീരീസ് ക്രിയേറ്റ് ചെയ്യാനും ദൈവം നിയുക്തനാക്കിയ അത്ഭുത മനുഷ്യരാണ് ഞാനെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റണം. There is the help by my lifestyle. അവിടെയാണ് നിങ്ങൾക്ക് മൈ ലൈഫ്സ്റ്റൈൽ ഒരു വഴിയായിട്ട് മാറുന്നത്. സോ ആക്ച്വലി നിങ്ങൾ ആദ്യം തിരിച്ചറിയണമെന്നത്, അതിനു മുന്നേ ഞങ്ങൾ പേര് പരിചയപ്പെടുത്തി. ഇസ്മായിൽ എന്നാണ് പേര് എഴുതിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടുകാര്, എന്റെ ഉമ്മയും പാപ്പി ഇട്ട പേര്. പക്ഷേ മൈ ലൈഫ്സ്റ്റൈൽ 1ാമത്തെ മാസം വൈദ്യര്, 2ാമത്തെ മാസം ഡോക്ടർ, അതിൽ 4-5 മാസത്തെ സമയത്ത് വൈഫ് പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര സംഭവമായിട്ട് ക്യാമ്പസിലൊക്കെ തെറ്റില്ലാത്ത വിഷയത്തിലൊക്കെ ഇടപെടാനും, നമ്മൾ പണ്ടാരെ പറഞ്ഞ പോലെ ഇൽമുണ്ട് ദുൽമുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലരൊക്കെ പറയും, മാഷ നിന്നെ പോലെയാണെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നു ഇസ്മോ. കാര്യം വെച്ചാൽ ഇംഗ്ലീഷ് എനിക്കറിയും, ഹിന്ദി അറിയും, ഉറുദു അറിയും, മറ്റേതറിയും, ഏത് ലാംഗ്വേജും സംസാരിക്കും, എവിടെയും ഇടപെടാൻ എനിക്കറിയും, എന്ത് സബ്ജക്ട് എടുത്താലും അത് പൊളിച്ചെടുക്കും, എന്നെ കൊണ്ടെല്ലാം പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്റെ ഇതിഹാസവും വലിയ സംഭവം പറഞ്ഞ ആൾക്കാര് പിന്നെ പറയാൻ തുടങ്ങിയത് മറിഞ്ഞതാണെന്നാണ്. അതായത് പഠിച്ചു മറിഞ്ഞതാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ പേരുണ്ട്. ആ പേരൊന്നും ഇവിടെ എവിടെ കൊടുക്കാൻ പറ്റൂല, പോസ്റ്ററിൽ കൊടുക്കാൻ പറ്റില്ല. പോസ്റ്ററിൽ എന്തിനാ കൊടുക്കല്? മാസ്റ്റർ ഇസ്മായിൽ എന്ന് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ പേര് ഇസ്മായിൽ എന്നാണെങ്കിലും പല പേരും വിളിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോ എല്ലാരും വിളിക്കുന്ന പേര് NTC ലീഡർ എന്ന തലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഇനിയും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. സോ ആക്ച്വലി ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ പേരും നമ്മളുടെ കർമ്മവും നമ്മുടെ ധർമ്മവും നമ്മൾ തീരുമാനിക്കുക. ജീവിതത്തിൽ ഒരിക്കലും തന്റെ ചിത്രം വരയ്ക്കാൻ മറ്റൊരുത്തന്റെയൊക്കെ പെൻസിൽ കൊടുക്കരുത്. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണ്? നമ്മൾ എന്ന വ്യക്തിത്വത്തിന്റെ ചിത്രം വരയ്ക്കുന്നത് നാട്ടുകാരാണ്. എങ്ങനെയാണ് ചിത്രം വരയ്ക്കല്? നീ മത്സ്യ കച്ചവടക്കാരന്റെ മോനാണ്, നീ പഠിക്കാത്ത പിതാവിന്റെ മാതാവിന്റെ മോനാണ്, ചെറിയ തറവാടെന്നോ ജാതിയെന്നോ വന്നവരാണ്, നീ ഇന്നാലിന്ന കുലത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അതിന്റെ ചിത്രം വരയ്ക്കുന്നേ, അതുകൊണ്ട് നീ ഇത്രേ ആകാവൂ. ഈ ചിത്രം ആരാ വരച്ചത്? നാട്ടുകാരാണ് അല്ലേ? നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് നമ്മളെ നോക്കാനും ഭംഗിപ്പെടുത്താനും ആർക്കേ പറ്റുള്ളൂ? നമുക്കേ പറ്റുള്ളൂ. ആണോ അല്ലേ? മറ്റൊരുത്തന്റെ എങ്ങനെ നമ്മളെ കാര്യം വിശദീകരിച്ചാലും ആ വർണ്ണന മതിയാകില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യം മൈ ലൈഫിലേക്ക് വരുമ്പോ, ജീവിതത്തിൽ വലിയത് ചെയ്യാൻ തീരുമാനിക്കുമ്പോ എന്റെ ചിത്രം ഞാൻ തന്നെ വരക്കുമെന്ന് തീരുമാനിച്ചവൻ MI ലൈഫ്സ്റ്റൈൽ ഏറ്റവും വലിയ വിജയത്തിലെത്തുന്നതാണ്. അത് മക്കളെ ഏൽപ്പിക്കാൻ പാടില്ല. ഈ ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വൈഫ് പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഇവിടെ MC പറഞ്ഞു, നല്ലൊരു കൈയ്യടി കൊടുക്കുക. MC സോ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ടീച്ചിങ് ഉണ്ടായിരുന്നു, ട്രെയിനിങ് ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു, പ്രിൻസിപ്പൽ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ പല പ്രൊജക്ടിന്റെയും എഡ്യൂക്കേഷണൽ മിഷന്റെ ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല അഭിമാനത്തോടെ ദൈവസ്തുതിയോടെ പറയാൻ പറ്റും, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി മക്കളുടെ അധ്യാപകരാണ്. അതൊരു പ്രൗഡ് ഫീലാണ്, കുറച്ചൊന്നുമല്ല. അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റിലും ചാനൽ വൈസിലും അധ്യാപകനായപ്പോ ഗ്ലോബലി ഏത് ലോകത്ത് മനുഷ്യരുണ്ടോ അവർക്ക് വിജ്ഞാനം ആവശ്യമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ അധ്യാപകനായപ്പോൾ ലക്ഷങ്ങളുടെ വിദ്യാർത്ഥികൾ അധ്യാപകനായി. എത്രയേ ഉള്ളൂ. അത് സ്കൂൾ കൂടി കിട്ടിയത് മാത്രമല്ല. സോ ആക്ച്വലി ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കേട്ടപ്പോ ചില പുനർവിചിന്തനങ്ങൾ എനിക്ക് എന്റെ ലീഡർമാരിൽ കിട്ടും. ഈ ഇൻഡസ്ട്രി കേട്ട സമയത്ത് ആദ്യമായിട്ട് ഇത് പരിചയപ്പെടുത്താൻ എന്നെ വിളിച്ചത് എന്റെ ഗ്രേറ്റ് RTC ലീഡർ ആകുന്ന ഷുഹൈബ് സാർ ചോർമുക്ക്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. അദ്ദേഹമാണ് എന്റെ ഈ ബിസിനസിന്റെ മെന്ററും സ്പോൺസറായിട്ട് നിൽക്കുന്ന ലീഡർ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോഴൊക്കെ ഞാൻ രാരാ പാട്ട് പാടായിരുന്നു, വരാം പിന്നെ വരാം, ഇപ്പൊ ഞാൻ അതിന് പോകുന്നത് ഇതിന് പോവാണ്. അപ്പൊ സാറ് പറയും, എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ കാണാം. അപ്പൊ ഞാൻ പറയില്ല, ഞാൻ ഇന്ന് മുംബൈയിലേക്ക് ഒരു ട്രെയിനിങ്ങിന് പോവാണ്, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ വരാണ്. പക്ഷെ വന്നാലും ഞാൻ പറയില്ല, കാരണം നമുക്കത് വേണ്ടല്ലോ, ഞാൻ വലിയ സംഭവമല്ലേ. ആദ്യം തിരിച്ചറിയാനുള്ളത്, നമ്മൾ ഒരു സംഭവമല്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് മൈ ലൈഫ് സംഭവമാകും. അതാണ് ആദ്യം തിരിച്ചറിയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സംഭവം ആരെന്നെ ഇക്കാരം, നമ്മൾ തന്നെ ഇക്കാരം. നമ്മൾ കണ്ട ലോകമൊന്നും ആരും കണ്ടിട്ടില്ല, ഞാൻ വലിയ സംഭവം എന്നൊക്കെ തോന്നും. ആ സാധനം മാറ്റിയാൽ ഇത് തിരിയാൻ തുടങ്ങും. സോ അതാണ് നമ്മുടെ ബ്രെയിനിന്റെ അടപ്പ് തുറക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു ക്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ ക്ലാസ് കമിഴ്ത്തി വെച്ചാൽ വെള്ളം ഫുള്ള് പുറത്തു പോകും അല്ലെ. ആ ക്ലാസ് ഇളക്കിക്കൊണ്ടിരുന്നാലോ വെള്ളം തുളുമ്പും. ഓൾറെഡി ആ ക്ലാസ്സിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിലും ആ വെള്ളം ഒഴിച്ചിട്ടൊരു കാര്യമില്ല. ഇനി ആ ക്ലാസ്സിൽ മര്യാദക്ക് വെള്ളം നിറയും എപ്പോൾ? കൃത്യമായി മനസ്സ് തുറന്ന് പിടിച്ചു നിന്നാൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം. അറിവിന്റെ ജലധാരയാകുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിച്ചു വരുമ്പോ
മനസ്സിന്റെ സ്വീകരണ പാത്രത്തിന്റെ ചെപ്പ് തുറന്ന് തന്നെ ഇളകാതെ നിന്നാൽ മൈലേജ് സ്റ്റൈൽ വിളമ്പി കൊടുക്കുന്ന സദ്യ ഉണ്ണാനും അതിലൂടെ കോടികൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധ്യമാകും. അത് തിരിച്ചറിയുക. ആക്ച്വലി ഇത് മനസ്സ് തുറന്നിരിക്കേണ്ട ബിസിനസ്സാണ്, ഇഷ്ടപ്പെട്ട് കേൾക്കേണ്ട ബിസിനസ്സുമാണ്. അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ലോകത്ത് ചില ആൾക്കാർ പ്രണയകഥയിൽ പറയാറുണ്ട്, അവളുടെ ആ പാറിയ മുടികൾ അതാര് കാണും? അവന്റെ കമിതാവ് കാണും അല്ലെ? എന്നാ കാണാത്തവനോ എത്ര കാലം ആ പഴച്ചി കുളിച്ചിട്ട് ഒരുമാതിരി മുടി ആണോ അല്ലേ? രണ്ടും മുടിയും തന്നെയാണ് ആണോ അല്ലേ? സോ നിങ്ങൾ എങ്ങനെ കാണുന്നു അത് കാണും, അത്രേ ഉള്ളൂ. ലൈക്ക് ദാറ്റ് നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് എങ്ങനെ വന്നു എങ്ങനെ വന്നിരിക്കണതോ അതേ ഇവിടുന്ന് മനസ്സിലാകും. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ വന്നോ ഈ എന്താണ് വീഡിയോ ചിലപ്പോൾ ഓൺലൈനിൽ ചില ആൾക്കാർ കേൾക്കുന്നുണ്ടാകും. അവരോടും പറയാനുള്ളത് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സിനിമ കണ്ടു കാണും, ഒരുപാട് റീൽസ് കണ്ടു കാണും. മിനിമം ഒരു സിനിമ കണ്ടത് 2 മണിക്കൂറാണ് വിചാരിക്കുക. ഓൾമോസ്റ്റ് 2 മണിക്കൂർ സിനിമ അല്ലെ? ഏറ്റവും ചുരുങ്ങിയത് 1.5-2 മണിക്കൂർ സിനിമ കാണും. 10 സിനിമ കണ്ടവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 മണിക്കൂർ പോയി. ഏകദേശം ആഴ്ചയിൽ ഒരു സിനിമ കണ്ട് 40 വയസ്സായും ചുരുങ്ങിയത് ഒരു 250-500 മണിക്കൂർ സിനിമ മാത്രം കണ്ട് എന്താ കിട്ടിയത്? മമ്മൂട്ടിയായോ, മോഹൻലാലായോ, ഷാറുഖ് ഖാനായോ, ശോഭനയായോ? ഒരു ഉണ്ടാക്കുമില്ല. എന്തായത്? ആ പറഞ്ഞ കുഞ്ഞാമ്പതും സെക്യൂർ ആയിട്ട് മൂലയ്ക്ക് ഇരിക്കുന്നത് ആണോ അല്ലേ? ഇതല്ലേ ഉള്ളത്. നേരെ മറിച്ച് അതേ സമയത്ത് മാറ്റി മൈലേജ് സ്റ്റൈലിലെ ഒരു ലീഡറുടെ സ്പീച്ച് കേട്ടാൽ അവനേക്കാൾ വലിയ വിജയത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാകും. സമയം കൊടുക്കേണ്ടത് മൈലേജിലേക്ക് ആവുകയാണ്. ആക്ച്വലി നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ലൈഫിന്റെ പിക്ചർ മാറ്റും. അതുകൊണ്ട് ഏത് പ്രോഗ്രാമിൽ പോയാലും മനസ്സിലെത്തി കേൾക്കുക. പലവർക്കും വേണ്ടി പല സമയം കൊടുത്തു, പക്ഷേ അവനാർക്ക് വേണ്ടി സമയം കൊടുക്കുന്നിടത്താണ് നമ്മുടെ ലൈഫിന്റെ പിക്ചർ മാറുന്നത് ആണോ അല്ലേ? സോ മനസ്സൊന്ന് വിശാലമാക്കി നിർത്തുക. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് ആദ്യമായി ഷുഹൈബ് സാർ വിളിക്കപ്പെട്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ കയറി വരുമ്പോ നമ്മൾ വലിയ ട്രെയിനർ ആയിട്ടാണ് വരുന്നത്. അപ്പോഴും ഇതിന്റെ ആവശ്യകത എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അപ്പൊ നമ്മൾ ഭയങ്കര ചോദ്യകർത്താവും. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു? കമ്പനിയുടെ MD ആരാണ്, ചെയർമാൻ ആരാണ്, R&D ഡിപ്പാർട്ട്മെന്റ് ആരാണ്? ഭയങ്കര ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ചപ്പോ സാറന്മാർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഇൻഡസ്ട്രി ചെയ്യാൻ എന്താ വേണ്ടിയെന്ന് എന്നേക്കാൾ കൂടുതൽ ഇൻഡസ്ട്രി കലക്കി കുടിച്ച സാറന്മാരെ എനിക്കിത് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ലീഡറാണ് എന്റെ ഷുഹൈബ് സാർ, രണ്ടാമത്താണ് അൽതാഫ് സാർ, അദ്ദേഹത്തിന്റെ ഒരു വിധികർത്താവാകുന്ന മറ്റൊരു ലീഡറാണ് ബ്രിഗേഡ് റഫീഖ് സാർ. നല്ലൊരു ഗൈഡ് കൊടുക്കുക. അപ്പോ ഞാൻ ഇത് ചോദിച്ച സമയത്ത് ഇവർ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങി ഓരോരുത്തർക്ക്. അല്ല, ഈ ചങ്ങായി ഓരോ മാണ്ടാത്ത ജോലിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ മാനേജറെ പേരും ഇതിന്റെ ചെയർമാന്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുവരെ ഇല്ലാത്ത അപ്ലൈന്റെ പേര് എല്ലാവർക്കും അറിയാം, മാനേജറെ ചോദിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ റൂമിൽ കയറിയാൻ തുടങ്ങി. അങ്ങനെ മൂന്നാമത് കയറിയ വ്യക്തിയാണ് മിസ്റ്റർ റഫീഖ് സാർ. പിന്നെ എനിക്ക് കിട്ടിയ ചില ആൻസറുകളൊക്കെ തന്നു. പ്രവീൺ ചന്ദ്രൻ പല പേരൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിച്ചത് കുറച്ച് നാളുകൾക്ക് അന്ന് വിവരമൊന്നും ഉണ്ടാവില്ല. പിന്നെ TC ഒക്കെ ആയതിനു ശേഷം എന്ത് പേരില് വിവരം ബോധത്തിലല്ലേ അന്ന് മനസ്സിലായി ഈ ചോദ്യമൊക്കെ പൊട്ടാനായിരുന്നു അല്ലെ? കാര്യം അന്ന് റഫീഖ് സാർക്ക് വേണമെങ്കിൽ എന്തും പറയാം. ജോൺ പ്രിസ്കോ പുട്സ്മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നില്ല ആരതിലെ ഇരിക്കണ്ട അല്ലെ? ഇത് പ്രവീൺ ചന്ദ്രൻ ആവണം നിർബന്ധമുണ്ടോ? അതൊന്നുമില്ല. പക്ഷെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിതത്തിൽ ഒരു കാര്യം തിരിച്ചറിയുക, പ്രൊഡക്ട്സ് നല്ലതാണ്, സിസ്റ്റം നല്ലതാണ്, നമ്മളെ കയ്യിലുള്ള പ്രൊജക്ട് ഈ സൊസൈറ്റിക്ക് വേണ്ടതാണെങ്കിൽ ആര് തന്നെ നടത്തിയാലും ലോകത്തോളം ആ പ്രൊജക്ട് വളരും. അതാണ് മൈലേജ് സ്റ്റൈൽ വളരുന്നത്. ആക്ച്വലി തിരിച്ചറിയാനുള്ള സാധനം ഇതിന്റെ പവിത്രതയാണ്, ജെന്യൂനിറ്റിയാണ്, ഹോളിനെസ് ആണ്, അതിനകത്തുള്ള സത്യസന്ധതയാണ്. സോ അങ്ങനെ ഈ ഇൻഡസ്ട്രി തുടക്കകാലത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രി തുടങ്ങിയ സമയത്ത് 100 കൂട്ടം പ്രതീക്ഷകളും കാര്യങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. വൈഫ് പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ കയറി ഒപ്പിടാൻ നിൽക്കുമ്പോഴാണ് ഒരുപാട് പൊടിപൂരങ്ങളാകുന്ന ഓഫറുകൾ. ദൈവത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം നിങ്ങൾ തീരുമാനിച്ചതിന്റെ ആദ്യത്തെ 6 മാസത്തിൽ വരും. നിങ്ങൾ തീരുമാനമെടുത്തതിന്റെ ആദ്യത്തെ 6 മാസം വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്ത് പണിയും വരും. മേ ബി നല്ല ഗൾഫിലെ ഓഫർ ആകും, അല്ലെങ്കിൽ നല്ല 8ന്റെ പണിയുള്ള ശാരീരികമായ ചലഞ്ച് ആകും, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക ക്രൈസിസ് ആകും. എന്തായാലും ശരി, നിങ്ങളെ മുമ്പിൽ കാണുന്ന ഉത്തരം മൈലൈഫ് ചെയ്യാതിരുന്നാലേ ഇത് ശരിയാവും. അങ്ങനെയില്ല. ആ പൊസിഷന് ദൈവം നിർത്തി തരും. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ വന്നാലും മൈലൈഫ് എന്നെടുത്തവനെ ദൈവം ഏറ്റെടുക്കും. അതാണ് ഈ ബിസിനസ്. ആ സമയത്ത് എടുക്കാൻ തീരുമാനം. കാരണം എന്താണെന്നറിയോ? ഈ പ്രൊജക്ട് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്റെ വീട്ടിന് പല്ല് തേക്കാനുള്ള പേസ്റ്റിന് വേണ്ടിയല്ല. ആണോ? ജീവിതത്തിൽ ഒരു അത്താണിയില്ലാതെ ആലംബഹീനരായി ഇനിയൊരു പ്രതീക്ഷയില്ലാതെ ഉയറി നടക്കുന്ന ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ നിന്റെ സ്വപ്നം അസ്തമിച്ചില്ല മനുഷ്യ, ആകാശത്തോളം പറക്കാൻ കൈപിടിക്കാൻ ഞാനുണ്ടെന്ന് പറയുന്ന പൊസിഷനുള്ള തീരുമാനത്തിന്റെ പേരാണ് മൈലേഷ്യ എന്ന് പറയുന്ന പ്രോജക്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ആദ്യത്തെ പരീക്ഷണം ദൈവം തരും. എനിക്കും തന്നു, നല്ലത് പലതും തന്നു.
കാരണം എന്താണ്, കട്ടിങ് ആൾക്ക് കട്ടിങ് ആൻ കൊടുക്കണം. അപ്പൊ ആ കൂട്ടത്തില് ഒരുപാട് ഓഫറുകൾ വന്നു, ഒരുപാട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന പല ഓഫറുകളും എന്റെ മുമ്പിൽ വന്നു. ഇങ്ങനെ ചെയ്താൽ അതാകും ഇതാകും, അതേപോലെ ദുബായ് ലെവലിൽ നിന്ന് വന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആ ഇടയ്ക്ക് ഇതൊക്കെ മാറ്റി ലോകത്തെ ഏത് വലിയ പ്രൊജക്ട് കിട്ടിയാലും MI ലൈഫ് സ്റ്റൈലിന്റെ ജോയിനിങ് ഫോമിന്റെ അടുത്ത് വരില്ല എന്ന തിരിച്ചറിവാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒത്തുചേർക്കാൻ ഞാൻ കാര്യക്ഷമമായിരുന്നത്. അങ്ങനെ ഇൻഡസ്ട്രി തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ വിചാരിക്കും പറഞ്ഞതൊക്കെ സംഭവിക്കും. ഞാനും ഫ്രണ്ട്സുകളൊക്കെ വിചാരിച്ചു ഏകദേശം വൈഫ് പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ നല്ല നെറ്റ്വർക്ക് ഉണ്ട്, തെറ്റില്ലാത്ത നല്ല കണക്ഷൻ ഉണ്ട്. മൊബൈൽ തന്നെ അന്ന കാലത്ത് നോക്കുമ്പോൾ 12,000 ചില്ലാന നമ്പർ ഒരു മൊബൈലിനുണ്ട്, 7,800 നമ്പർ അടുത്ത മൊബൈലിനുണ്ട്, 4 സിമ്മുണ്ട്, 4 സിമ്മിലും അങ്ങനെ പറയാത്ത അത്ര നമ്പറുകളുണ്ട്. സോ ഇത്രയും കണക്ഷൻ ഞാൻ ഇങ്ങനെ എഴുതി കൂട്ടാണ് 4 ദിവസം കൊണ്ട് ഡയമണ്ട്. ചിന്തിക്കാൻ തന്നെ വയ്യ, അല്ലെ? ഒരു സുഖമാണ്. ആ അടുക്കാണ് നമ്മുടെ കൂട്ടത്തിലൊരു എന്റെ കൂട്ടുകാരൻ ഒരു പുതിയ ജോയിനിങ് ആയിട്ട് വരുന്നത്. അവൻ ആ സമയത്ത് ഈ ബിസിനസ്സിനെ തുടങ്ങിയ സമയത്താണ് മലബാറിലെ സീലിംഗ് ഒക്കെ അടിച്ചു ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. മിസ്റ്റർ അൽതാഫ് സാർ മലബാർ ജില്ലയിൽ ആദ്യത്തെ സീലിംഗ് അടിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മീറ്റിംഗ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് ആ ഹാളിലേക്കാണ് ഈ പുതിയ ജോയിനിങ് കാരൻ കടന്നു വന്നത്. ഇതേപോലെ ഇരുന്നതിന് ശേഷം എന്താ പറയാ പേഴ്സണലി ഒന്ന് സംസാരിച്ചു. അപ്പൊ അൽതാഫ് സാറുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ എത്ര മാസം കൊണ്ട് ആ സീലിംഗ് അടിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു 8-9 മാസം എടുത്തു, ഞാൻ 10 മാസത്തിനകത്ത് എന്റെ സീലിംഗ് കംപ്ലീറ്റ് ആയി, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സീലിംഗ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹം വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിബുദ്ധിമാനായിട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, സാറേ ഈ സീലിംഗ് ഒരു 4-5 മാസം കൊണ്ട് അടിച്ചാൽ നമുക്ക് കിട്ടുമോ ചോദിച്ചു. അപ്പൊ അൽതാഫ് സാർ എന്താ ചോദിക്കാൻ, അല്ല കമ്പനിയിൽ അങ്ങനെ വല്ല നിയമം ഉണ്ടാവും, എന്നിട്ട് ആദ്യത്തെ 5 വർഷം പ്രൊഫഷണൽ പീരീഡ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഒരു കുഴപ്പമില്ല, 17 ലക്ഷങ്ങൾക്ക് ഏത് നട്ടപ്പാതിലേക്ക് ജോയിൻ ചെയ്യിച്ചാലും അതിന്റെ ആ ആഴ്ചയിൽ എനിക്ക് എന്തുണ്ട് 2,10,000 ഉണ്ട്. അങ്ങനെ കണക്ക് കൂട്ടി. ഇത് കേട്ടപ്പോ എന്റെ ഉള്ളില് ഏതാ പൊട്ടല്, ലഡു, പിന്നെ ഏതാ ജിലേബി, കേക്ക്, മടക്ക്, ഒരു ബേക്കറി ഒന്നാക്കണ്ട് കൂട്ടി. എല്ലാവരും എന്താ പറയാ, കാരണം എന്താണ്, എന്റെ 2010 ജോയിൻ ചെയ്തതിന്റെ ആകെ 4-5 മാസമായിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എന്റെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ സീലിംഗ് അടിച്ചിട്ടില്ല. TCക്ക് മുമ്പ് സീലിംഗ് അടിച്ചു എന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ആ ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഇവ ഈ കഥക്കെ പറഞ്ഞിക്കാണ്ട് ഇങ്ങനെ നടുകൂടെ നടക്കാണ്. അപ്പൊ എന്നോട് മീറ്റിംഗ് ഹൃദയമാരി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഈ മീറ്റിംഗിൽ നമുക്ക് വേറെ അസുഖമുണ്ട്. എന്താണ്, രസമുള്ള കാഴ്ച മീറ്റിംഗിന്റെ ഔട്ടായിക്കാണ്. എന്ത് ചെയ്യും, നമ്മള് കഞ്ഞു പോകുമ്പോൾ പണി. ചില ആൾക്കാർക്ക് മീറ്റിംഗിൽ വന്നാൽ മീറ്റിംഗിനെക്കാട്ടി രസം മീറ്റിംഗ് ഹാളിന്റെ പുറത്തുള്ള പഴംപൊരി, ഉണ്ട, ബജി, ചായ ഒരു ടീമാണ്. ചില ആൾക്കാർക്ക് തൂതല്, ചിലർക്ക് കാഴ്ച കാണല്, ചിലർക്ക് വെറുതെ നടക്കല്. എവിടെയും മനസ്സിലാക്കുക, നമ്മുടെ സമയം വേണ്ട വിധ ആത്മാർത്ഥയിൽ കൊടുത്താലേ ഒരു സ്ഥലത്ത് ഉണ്ടാവുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിയുക. സോ ഈ ഇൻഡസ്ട്രി വന്നു. ആ സമയത്ത് ഈ മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ കയറുന്നില്ല, എന്റെ 2010 കൂടെ ഞാൻ നടക്കുകയാണ്. അപ്പൊ എന്നോട് റഫീഖ് സാർ പ്ലീസ് ക്ലാസ്സിലേക്ക് നമുക്ക് സെഷൻ തുടങ്ങണം. അപ്പൊ ഞാൻ പറയും ഇപ്പൊ ഞാൻ വരില്ല, കാരണം എന്റെ 2010 തുപ്പാണ്. അങ്ങനെ ഈ ചെന്നൈന്റെ ബാക്കിൽ ഞാൻ നടന്നു. അങ്ങനെ ലാസ്റ്റ് ഇയാൾ തുപ്പാൻ പോയാലും ഞാൻ ബാക്കിൽ നിൽക്കും. എന്റെ 2010 തുപ്പുന്നത് സാധാ തുപ്പലല്ല. അതിന്റെ ഇടയ്ക്ക് ഇയാൾക്ക് മൂത്രയിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഡോറിന്റെ കാത്തുനിന്ന് ഓടിക്കാനായിട്ട്, കാരണം എന്താ 2010 മൂത്രയിക്കാൻ അത് സാധനമില്ല, പരിപാടിയല്ല. അങ്ങനെ ആ നിലയ്ക്ക് ഇങ്ങനെ ഈ എങ്ങനെ ഇവന്റെ അടുത്ത് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ റഫീഖ് സാറിനെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അൽതാഫ് സാറുണ്ട് ആ സമയത്ത് ആദ്യം ഒന്നെങ്കിലും ജോയിനിങ് കൊണ്ട് കിട്ടുമോ നോക്കി, ബാക്കി നമ്മൾ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല, കാരണം ഞാൻ ഇന്റർനാഷണൽ ട്രെയിനറാണ്, അവരൊക്കെ സാധാരണ നെറ്റ്വർക്ക് ക്ലിയറല്ലേ, ഞാൻ ഭയങ്കര സംഭവം. ഏതായാലും ശരി, ആ പഹൻ അന്ന് പോയതാണ്, ഇന്നവരെ ജോയിൻ ചെയ്തിട്ടില്ല. അതാണ് ഈ ഇൻഡസ്ട്രിയിൽ ഒന്നാമത്. മനസ്സിലായോ? ഇങ്ങനെ പലരും വരും, പലതും പറഞ്ഞു വരും, അത് കണ്ടു നിൽക്കണ്ട. ഇതിനേക്കാൾ ഓണമുണ്ട് നമ്മളെ നെറ്റ്വർക്കിലെ പ്രധാന ലീഡേഴ്സ് ഉണ്ട്. ഇത് ശരിക്ക് കലക്കി കുടിച്ച ആൾക്കാർ, അവർ പറയുന്ന ചില വരി നമുക്ക് ദഹിക്കൂല. കാരണം എന്താണ്, അത് അവർക്ക് അറിയുള്ളൂ, നമ്മളിത് പഠിച്ചു വരണേ ഉള്ളൂ. അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ആദ്യം എടുക്കേണ്ട തീരുമാനം ബ്ലൈൻഡ് ബിലീഫ് ഇൻ ഗ്രോയിങ് അപ്ലയൻസ്. വളർന്ന് പറന്നുകൊണ്ടിരിക്കുന്ന ലീഡറെ കണ്ണു ചുമ്പി വിശ്വസിക്കുക. അതാണ് ഈ ബിസിനസ്സിൽ ആദ്യം ചെയ്യേണ്ടത്. എന്തായാലും ശരി, അങ്ങനെ വെച്ച് തുടങ്ങി. ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് ഒരു ഇത്തിരി സമയം എനിക്കില്ലായിരുന്നു. ബിക്കോസ് എന്താ കാരണം, നമ്മുടെ ജീവിതത്തിൽ സമയം എന്ന് പറയുന്ന ഒരു വസ്തു ദാറ്റ് വി മേക്ക്, അല്ലെ? ലോകത്തെ ഏതൊരു മനുഷ്യനും ദൈവം തത്തുല്യമായി കൊടുത്ത ഏക വസ്തു ഏതാണ്? ടൈമാണ്. അംബാനിക്കും അദാനിക്കും ടാറ്റയ്ക്കും ബിർളക്കും ഇവിടെ ചപ്പുചവറ് പെറുക്കുന്ന ആളുകൾക്കും ഒറ്റ അടിക്കുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ പാട്ടകൾ പെറുക്കി വിൽക്കുന്ന മനുഷ്യർക്കും സമയം തുല്യമായിട്ടാണ് കൊടുത്തത്, അല്ലെ? കൈ ഡിഫറന്റാ. എന്റെ ആരോഗ്യത്തിന്റെ കൈ ആയിരിക്കില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന് ഇതിനേക്കാൾ മെച്ചം കാണും അല്ലെങ്കിൽ കുറവ് കാണും. ഹൈറ്റ് ഡിഫറന്റാ, അല്ലെ? ബോഡി ഫിറ്റ്നസ് ഡിഫറന്റാ, കാഴ്ച ഡിഫറന്റാ, അല്ലെ? ജന്മന അന്ധതയുള്ള ആൾക്കാർ പറക്കുന്നില്ലേ? അതേപോലെ തന്നെ കേൾവിയുടെ ഡിഫറൻസ് ഉണ്ട്, ആണോ അല്ലേ? തറവാട് ഡിഫറൻസ് ഉണ്ട്. അവൻ പിറന്നത് 1000 കോടിയുള്ള വാപ്പാന്റെ മോന്, ഇവിടെ 1 കോടി പോയിട്ട് ഒരു മൂല പോലും വീടില്ലാത്ത വാപ്പാന്റെ മോന്, അച്ഛന്റെ മോന്. ക്ലിയർ ആണോ അല്ലേ? പക്ഷെ എല്ലാവർക്കും തത്തുല്യമായി ദൈവം കൊടുത്തത് എന്താ? പൈസയാണോ, കണ്ണാണോ, കാതാണോ, കേരളാണോ? എന്താ കൊടുത്തത്?
തത്തുല്യമായി കൊടുത്തതാണ് ടൈം. ബിക്കോസ് എന്താണ്, ഈ ലോകത്ത് ഏതൊരുത്തനും എന്തും കീഴടക്കാൻ വേണ്ടത് സമയമാണ്. ടൈം ഈസ് ദ പ്രഷ്യസ്. അതാണ് തിരിച്ചറിയുന്നത്. ആ സമയം നമുക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കാൻ പറ്റിയാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടാകും. അത് കറക്റ്റ് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ടൈം ഈസ് ദ റിയൽ ലൈഫ് ആൻഡ് ടൈം മാനേജ്മെന്റ് ഈസ് ദ ലൈഫ് മാനേജ്മെന്റ്. സോ ആക്ച്വലി ആ ഒരു സന്ദർഭത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഇൻഡസ്ട്രി വന്ന സമയത്ത് ഒട്ടും സമയമില്ലായിരുന്നു. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പല പ്രൊജക്ടിന്റെയും പാർട്ടായിരുന്നു. ടീച്ചറും ട്രെയിനറും മാത്രമല്ല, സ്പിരിച്വൽ ട്രെയിനർ ആയിരുന്നു, സ്പിരിച്വൽ സ്പീക്കർ ആയിരുന്നു, പല തലത്തിലും കയറി ചെല്ലാണ്ടായതുകൊണ്ട് 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി 10 മണിക്ക് എങ്ങാണ്ട് വീട്ടിൽ എത്തിയില്ലെങ്കിൽ 11-12. കാരണം നാട്ടിലുള്ള വലിയ സംഘടനകളുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ പലതും ആയിരിക്കും. പൗരസ്വാമി തീർത്ഥാലും അതിലുണ്ട്, ഫുട്ബോളിന്റെ ക്യാപ്റ്റനാണ്. എന്തെടുത്ത് നോക്കിയാലും അതിന്റെ തലപ്പത്ത് നമ്മളവിടെ എന്തെങ്കിലും കുറിയപ്പഴുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെയ്ക്കാനും തീരെ സമയമില്ലാത്ത മനുഷ്യൻ. അന്ന് കോഴിക്കോട് ബാബയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അവിടുത്തെ ഫാക്കൽറ്റിയിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മെഡിക്കൽ കൺസൾട്ടേറ്റീവ് കോച്ചിങ് സെന്ററിലെ. അവിടുത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനത്തിലും വന്ന് ഞാൻ ഒരു പാർട്ട് ടൈം ഫാക്കൽറ്റി ആയിട്ട് ഉണ്ട് താനും. ആ ഇരിക്കുന്ന സമയത്താണ് ഞാൻ സമയം ഉണ്ടാക്കാനായി ആദ്യം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടായിരുന്നു സ്ഥാപനങ്ങളിലേക്ക് പോയത്. ആ പണി മാറ്റി ഡ്രൈവിംഗ് എന്ന വാഹനം മൂലയിലേക്ക് വെച്ചു, ബസ്സിൽ കയറലായി. അപ്പൊ കാലിക്കറ്റേക്ക് ക്ലാസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ കക്കാട് ഭാഗത്ത് വണ്ടി ഒതുക്കും, നേരിട്ട് ബസ്സിൽ കയറും. ഇവിടുന്ന് അങ്ങോട്ട് 1 മണിക്കൂർ, അവിടുന്ന് 1 മണിക്കൂർ കേട്ട്. അപ്പൊ എന്ത് കിട്ടി? 2 മണിക്കൂർ കിട്ടി. ആണോ അല്ലേ? ഇങ്ങനെ സമയം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ടുള്ള യാത്രയും നല്ല സുഖമുണ്ട്. KSRTC ബസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ മൂലക്ക് ഇരുന്നാൽ ഈ രണ്ടാൾക്ക് പ്ലാൻ കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് നീക്കൂല. കാരണം 1.5 മണിക്കൂർ ഞാൻ ലോക്ക്ഡ് ആക്കൂലെ. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ബസ് യാത്രയിൽ കുറെ സുഖങ്ങളുണ്ട്. ഏതായാലും ശരി, ഇങ്ങനെ സമയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും തുടങ്ങി. ജീവിതത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ലേൺ മോർ ഏൺ മോർ. ഈ ലോകത്ത് വിജയിച്ച മുഴുവൻ ആളുകളും എന്താണ്? ലേൺ. ആദ്യം ചെയ്തത് എന്താണ്? ലേണിംഗ് ആണ്. ആ ലേണിംഗ് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദാറ്റ് ഈസ് പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. മനസ്സിലാക്കൽ തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ എവിടെ എഞ്ചിനീയറിംഗിന് പോയാലും ആ കുട്ടി ആദ്യം തന്നെ ജോലിക്കല്ല കിടക്കുന്നത്. ആദ്യം 4 വർഷം 5 വർഷം മെഡിക്കലാണെങ്കിലും ശരി, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കും ടെക്കും, അതല്ലെങ്കിൽ നമ്മുടെ മെഡിക്കലും എന്താണെങ്കിലും അവൻ 1, 2, 3, 5, 6 വർഷം പഠിക്കുന്നുണ്ട്. ആണല്ലേ? ഈ പഠിക്കുന്ന പീരീഡ് എന്തിനുള്ളതല്ല? ഏണിങ്സിനുള്ളതല്ല. ഈ പഠനം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ട്. ആണല്ലേ? അതൊരു ഇൻഡസ്ട്രിയിൽ വരുന്നയാൾ പിറ്റേന്ന് തന്നെ കോടീശ്വരനാകുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെയായിരിക്കും. ലീഡർ തന്ന അറിവ്, നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് എക്സ്പീരിയൻസ്, അങ്ങനെ ഫീൽഡിൽ നിന്ന് പഠിക്കുന്ന ഒരു മൊമെന്റ് വരെ നിങ്ങൾ കാത്തിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പീരീഡ്. ഫസ്റ്റ് സമ്മാനം അത് തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെ പലതും പഠിച്ചും മനസ്സിലാക്കി സമയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. പല പ്രൊജക്ടിന്റെയും പാർട്ടായിരുന്നു. അവിടെ റിസൈൻമെന്റ് ലെറ്റർ എഴുതി കൊടുക്കാൻ തുടങ്ങി. കാരണം എന്താണ്? നമുക്ക് ഇതിലെ ഒരു വലിയ വിജയം ഉറപ്പായാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ആ നടുവിൽ നിൽക്കരുത്. ലാഹൗലായി എന്നൊക്കെ പറയുന്ന പോലെ രണ്ടിനും നടുവിൽ നിൽക്കരുത്. 2-ൽ 1 അല്ലെ? ഇഫ് യു ഗോ ബിഹൈൻഡ് 2 rabbits go behind. 2 മുയലിന്റെ ബാക്കിൽ പാഞ്ഞാൽ 2 മിസ്സാകും അല്ലെ? 2 തോണിയിൽ കാലിട്ട് എന്താണ്ടായാല് ആ തോണി അങ്ങോട്ടും ഈ തോണി ഇങ്ങോട്ടും, പിന്നെ കുതാഗവ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലായിട്ട് ഉറപ്പായാൽ പിന്നെ തീരുമാനം എടുത്തേക്കണം. സോ ആക്ച്വലി ഇൻഡസ്ട്രി തുടങ്ങി വന്ന സമയത്ത് പ്രതിസന്ധികൾ പലതും ഉണ്ടായിരുന്നു, പരിഹാസങ്ങൾ പലതും ഉണ്ടായിരുന്നു. വൈഫ് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, അവരുടെ കുടുംബത്തിലാണെങ്കിലും പരിസരത്തിലാണെങ്കിലും ഒക്കെ ഈ വൈദ്യൻ വിളിയും അതേപോലെ തന്നെ തലതിരിഞ്ഞ് എന്നുള്ള വാക്കും, അതേപോലെ തന്നെ എന്താ പറയാ, ആദ്യകാലത്തൊക്കെ നമ്മള് ട്രെയിനറൊക്കെ ആകുന്ന സമയത്ത് നല്ല ഫോട്ടോസ് ഉണ്ടാവും, പോസ്റ്റർ ഉണ്ടാവും, പല പരിപാടി ഉണ്ടായിരിക്കും. അപ്പൊ നാട്ടുകാർക്കായാലും ഫ്രണ്ട്സിനായാലും കുടുംബക്കാർക്കായാലും എവിടെ സ്മൈൽ എവിടെയാണ് മാഷ് ഇന്നലെ എന്തോ ട്രെയിനിങ് കുറച്ച് അങ്ങോട്ട് കേരളത്തിൽ ഔട്ട് ഓഫ് കേരളയാണ്, നാളെ ഇങ്ങോട്ട് വരുമെന്നറിയില്ല, അത് വേറെ സ്റ്റേറ്റിലേക്ക് പോകണം. കേൾക്കുമ്പോൾ ഭയങ്കര ചുരുക്കുള്ള വാക്കാണ്. ആണല്ലേ? ആ നിൽക്കണ ഈ സാധനം പിറ്റേന്ന് സോപ്പ് പേസ്റ്റേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും നാട്ടിലെ സ്വീകരണം? കാര്യമായിട്ടുള്ള അസുഖം പറ്റിയെന്നല്ലേ പറയൂ. എന്തായാലും ശരി, ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു ബുദ്ധിമുട്ട്, വലിയൊരു ഇൻകം സോഴ്സിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോണ്ടാകുന്ന ബ്ലോക്കാണ്, ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ഇതിന്റെ അകത്ത് പെട്ടെന്നൊന്നും വാരി കിട്ടില്ല. എന്ന് വെച്ചാൽ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നെറ്റ്വർക്ക് ബിൽഡിംഗിലേക്ക് നോക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് അതിന്റേതായ ഒരു ടൈം എടുത്തേക്കാം. അപ്പൊ ആ സ്ട്രഗിൾ ഒക്കെ മുന്നിൽ ഉണ്ടാകും. അനുബന്ധമായി പല സ്ട്രഗിളുകളും കടന്നു വന്നേക്കാം. പക്ഷേ ഞാൻ ഏത് സമയത്ത് ഈ ബിസിനസ് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുമ്പോഴും പ്രതിസന്ധി തോന്നിയാലും ഒറ്റ ചോദ്യം ഹൃദയത്തോട് ചോദിക്കുക, വൈ ഡിഡ് ഐ സ്റ്റാർട്ട് ദിസ് ബിസിനസ്? എന്തിനാ ഞാൻ ഇത് തുടങ്ങിയത്? ഇത് നിർത്താനല്ല, ചെയ്ത അറ്റം വരെ കാണാനാണ് എന്ന ഉത്തമ ബോധ്യം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും. കാര്യം എന്താണ്? ലോകത്ത് വിജയിച്ച മുഴുവൻ ആളുകളും ആ പ്രൊജക്റ്റിൽ വിജയിച്ചത് അതിനെ